വീടൊക്കെ ഒരു കോലം ഇവിടെ ഒത്തിനെ പണിക്ക് വെച്ചിട്ടാണെങ്കിൽ അവരെ നോക്കണ വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് വരുന്ന അവസ്ഥയായിരിക്കും. എടാ വർക്കി, വർക്കി, നീ എവിടെ പോയി കിടക്കുവാ? ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ കാരണം രാവിലെ പോവാൻ തുടങ്ങിയല്ലേ, രാത്രിയാണ് എന്ത് അർത്ഥം പോകണേ? എന്താണ് നീ അവിടെ പെരുകുളക്കുന്നത്? നിന്നെ വിളിച്ചത് നീ കേട്ടോ? ഒന്നുമില്ല അച്ചായ, അച്ചായ നിന്നെ വിളിച്ചോ ഞാൻ ചോദിച്ചാ. എന്താണ് ഇതുപോലെ പിള്ളേര് വരുന്നു എന്ന് നീ ഒന്ന് മറന്നു അല്ലേ? അന്ന് ഞാൻ മറന്നിട്ടില്ല അച്ഛാ, അതൊക്കെ ഓർമ്മയിട്ട് അതൊക്കെ ഞാൻ മറക്കൂ. ഞാൻ പെട്ടെന്ന് പോയ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തില്ല. അതൊക്കെ 10 മിനിറ്റ് കാര്യമില്ല, അതൊക്കെ ഞാൻ പറയും. അപ്പൊ ശരി, പത്രമൊക്കെ വായിക്കുന്നേ. ഓ എടാ, ഒരു കാര്യം മറന്നുപോയല്ലോ. ഞാൻ ഇന്നലെ ഇട്ട ആ പാടില്ലല്ലോ, അതൊന്ന് കഴുകി ഇട്ടേക്കണേ. പിള്ളേര് വരുമ്പോ ഇടാനുള്ളതാണ്. ആയിക്കോട്ടെ. ഓ അപ്പഴാ വേറെ കാര്യം കൊടുത്തേടാ വർക്കി, ആ കാറും കൂടി ഒന്ന് കഴുകി ഇട്ടേക്കണേ. പിള്ളേര് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ളതാ കേട്ടോ. ഈ കിളവന്റെ കാര്യം ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല. ഒരു പണി തുടങ്ങുമ്പോ അടുത്ത പണി ഇതോടാ അത് പറഞ്ഞപ്പോഴല്ലേ ഓർത്തെ. ഇവിടെ വർക്കി, ഞാൻ ആ ഇട്ടിയുടെ കടയിലെ കുറച്ച് പോത്തരച്ച് വന്നിട്ടുണ്ട്. പിള്ളേര് വരുമ്പോ പിന്നെ ഇറങ്ങി പെട്ടെന്ന് പോയി മേടിച്ചോണ്ട് പോവാം. ഈ കിളവൻ എന്റെ കയ്യിൽ തീ ഇവിടെ ജോലി ചെയ്യാൻ ഞാൻ എന്റെ 2 കൈകളേ ഉള്ളൂ. എന്താ അതൊക്കെ പോട്ടെ, കാര്യം ചെയ്യും. എന്താ പറയുന്നത്? അപ്പച്ചന് പഴയ പോലെ ഓർമ്മ കിട്ടുന്നില്ല മക്കളെ. എന്തായിരിക്കും പണിയാ. അതൊക്കെ പോട്ടെ. നീ പിള്ളേർ വെറുതെ തിന്നാൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? അവര് പൈസ കഴിക്കാൻ വല്ലതും വേണ്ടേ? അതെങ്ങനെയാ? രാവിലെ അരികളെടുത്തപ്പോഴേ എന്നോട് റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. എന്റെ റൂം ക്ലീൻ ചെയ്തോ? റൂം ക്ലീൻ ചെയ്യാൻ പോയപ്പോഴേ എന്നോട് ഡ്രസ് ഇടാൻ പറഞ്ഞു. എന്തൊരു ഡ്രസ് കഴുകിട്ടോ? ഡ്രസ് ചെയ്യാൻ പോയപ്പോഴേ എന്നോട് കാർ ഇടാൻ പറഞ്ഞു. എന്റെ കാറ് കഴുകിയോ? കാർ കഴിയാൻ പോയപ്പോഴേ എന്നോട് ഇപ്പൊ പോത്ത് വാങ്ങാൻ പറഞ്ഞു. അച്ഛനിക്ക് പറഞ്ഞ നീ ഇതിനോട് ഒരു പണി ചെയ്യുന്നില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, അച്ചാരി പോയി അച്ഛന് ഇത്താ മാത്രം നിനക്ക് അറിയത്തോ? ഇവരെയൊക്കെ പണിക്ക് വെച്ചത് ആരാണോ അതോ ഇവരാണോ മുതലാളി? സ്തോത്രം സ്തോത്രം. ഒരു കാറ് വന്ന കേട്ടതേടോ വർക്കി, ഇവിടെ ഒന്ന് വന്നേടാ. ഒരു വണ്ടി വന്ന ശബ്ദമല്ലേ കേട്ടത്? നോക്കിയേ. ഒരു വണ്ടി ഞാൻ കണ്ടു. വണ്ടി കണ്ടോന്നല്ല, പിള്ളേരൊക്കെ പോയി പെട്ടിയൊക്കെ എടുത്തോണ്ട് പോവാൻ ചെല്ല അങ്ങോട്ട്. ഇത് അവിടെ പോയി ഇത് ആരൊക്കെയാ? പേരൊക്കെയോ മോളെ? അപ്പച്ചൻ, അപ്പച്ചനാണോ മോനെ? എടാ പോയി പോലെ നീ ഒന്ന് ആകെ ക്ഷീണിച്ചു പോകുമല്ലോ. എന്റെ അപ്പത്തെ അവിടുത്തെ ജീവിതമല്ലേ ഈ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിച്ച എങ്ങനെയായിരുന്നു? നിന്നോട് എത്ര കാലം കൊണ്ട് ഞാൻ പറയുക, അവിടെ പോയി എന്തിനാണ് പിള്ളേരുടെ കിടക്കുന്നത്? ദൈവം സഹായിച്ച് നമുക്ക് കഴിയാവുന്ന എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? അപ്പച്ച അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഈ നാട്ടിൽ കിട്ടുമോ? അതും എന്റെ പിള്ളേരെ വളർത്തും ആ സ്റ്റാൻഡേർഡുള്ള സ്കൂളുകളൊന്നും കിട്ടുന്നേ. എന്നാൽ നിങ്ങൾ യാത്രയെ കഴിഞ്ഞു വന്ന് എന്റെ പോയി ശ്രമിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞോളേ, ആ റൂമിൽ AC വെച്ചിരുന്നോ? ആന്റി പിള്ളേർക്ക് AC അതാ AC-യുടെ വർക്ക് ഈ AC-യുടെ കാര്യം മൂക്കളെ ലഭിച്ച് വള്ളിനൊക്കെ ഇട്ടാർന്ന പയ്യനാ. അവനെ പലതും പറയും. കൊല്ലുവല്ലോ
ഗെയിം കളിച്ചതാ മൊബൈലിൽ പബ്ജി ഗെയിം കളിച്ചതാ പബ്ജി മൊബൈലിലെ ഗെയിം കളിച്ചതാ എനിക്ക് വയ്യായി പിള്ളേരുടെ ഞാൻ വന്നിട്ട് 2 മണിക്കൂർ എനിക്ക് ലൈബ്രറി ടൈമായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇറ്റ്സ് മീ ഫ്രീ കീപ് ഇറ്റ് ഗൈസ്. ഞാൻ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗോഡ്സ് ഓൺ കൺട്രി ഗൈസ്. ഗൈസ് ഞാൻ എന്റെ വീട്ടിലുള്ള ചുറ്റി കാണിച്ചത് ഗൈസ്. ഗൈസ് ഞാൻ നമ്മ അപ്പച്ചൻ ഗൈസ് കാണാലോ. അപ്പച്ചൻ ഇൻട്രസ്റ്റ് കണ്ടിട്ടുണ്ട് ഗൈസ് കാണാലോ. ഗൈസ് നമുക്ക് ഒന്നുകൂടെ അപ്പച്ചൻ ചോദിച്ചോക്കാം. അപ്പച്ച ഇവിടെ ഒച്ച ഉണ്ടാകുന്നത് അപ്പുറത്തോട്ട് ഗൈസ് നമുക്ക് വീട് മൊത്തം ചുറ്റി കാണാം ഗൈസ്. അപ്പച്ചൻ ഇൻട്രസ്റ്റ് അറിയാലോ. ഇങ്ങനെ കുത്തം കിട്ടല്ലേ. ഗൈസ് പാമ്പ് ഗൈസ് പാമ്പ് ഗൈസ് ഗൈസ് പാമ്പ് പാമ്പ്. അയ്യോ പേശിയെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്റെ ആ കാര്യം പാമ്പേതാ ചേരേതാന്ന് ഇപ്പോഴും അറിയില്ല. നേരെ കുറെ പിള്ളേർക്ക് തിന്നാനും കുടിക്കാനൊന്നും വേണ്ടേ. എടാ വർക്കി പിള്ളേരേക്ക് വിളിച്ചടാ, പിള്ളേരേക്ക് വിശക്കുന്നുണ്ടാക്കി. ഇവിടെ ഞാൻ വിളക്ക് വെച്ചിട്ട് 1/2 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ പിള്ളേരായാലും ഞാൻ ആക്കി. എടാ നോയി മോനെ പിള്ളേരെ കൂട്ടിക്കൊണ്ട് വന്നേടാ. കഴിക്കാൻ വർക്കി നോക്കിയിരിക്കാതെ വിളമ്പല്ല. മക്കളെ നിങ്ങളെല്ലാരും വയറിറച്ചി കഴിക്കണം കേട്ടോ. നിങ്ങളൊക്കെ വരുന്നതെന്ന് പ്രതീക്ഷിച്ച് ഈ വർക്കിച്ചേട്ടൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് കടയിൽ പോയി വാങ്ങിച്ചോണ്ടോ. അപ്പച്ച പ്രാർത്ഥിക്കാൻ തന്നെ കാരണേ. വിശ്വസ്തനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവ് നല്ല സമയത്തിനാണ് അത് നന്ദി. ഭക്ഷണത്തെ വാണിജ്യ കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഭക്ഷിച്ച് ബലപ്പെടുവാൻ അടിയത്തെ അടിയനും നിങ്ങളെ അനുഗ്രഹിക്കണമേ. Amen, amen. I can do my sanitizer, Mom. ഇത് ആടെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി. അവിടെ കിടന്ന് ഈ മൊത്തം കുബൂസും ഷവർമയൊക്കെ തിന്ന് വായ രുചിയിട്ടു. ഞാൻ പോയിപ്പോ ഞാൻ നീരിക്കുട്ടി പോയി പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ അവസ്ഥ. കേട്ടോ മനുഷ്യ, പിള്ളേർ നാളെ പോയി ഞാനേ അവിടെ നിങ്ങളെ നോക്കാം. ആ ശരി ശരി ഉള്ളതുകൊണ്ടൊക്കെ എല്ലാവരും കഴിക്കും. Mom, where is my burger? I told you, എനിക്ക് ഇങ്ങനെ ഫുഡ് ഒന്നും പറ്റില്ല. ഞാൻ വന്നപ്പോഴേ പറഞ്ഞ sick of this. നീ അവിടെ നിന്നായി നീ എന്താ എല്ലാവർക്കും എന്നാ വിഷമമായത് അറിയാമോ? I don't like this, you know. എനിക്ക് ഇങ്ങനത്തെ ഫുഡ് ഒന്നും കഴിച്ച് ശീലമില്ല. അമ്മച്ചിനെ പറഞ്ഞേക്കാം. അപ്പച്ചന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നീ പറയും. പക്ഷെ ഉണ്ടല്ലോ നിന്നെ അപ്പനും അമ്മയൊക്കെ ഈ നിലയിൽ ഇങ്ങനെ എത്തിയത് നിനക്ക് വല്ല ധനമുണ്ടോ? അതൊക്കെ ഞാൻ എന്തിനാ അറിയുന്നേ? ആ നിങ്ങളെല്ലാരും അറിയണം. എന്നാലേ നമ്മുടെ കുടുംബമൊക്കെ എന്താണെന്ന് അറിയത്തുള്ളൂ. നിങ്ങൾ കാണുന്ന പോലും അല്ല. നിന്റെ അപ്പനും അമ്മയൊക്കെ കുറെ കഷ്ടപ്പെട്ട് കരഞ്ഞിട്ടായി നില വരെ എത്തിയത്. നീ ഇതൊന്ന് കണ്ടു നോക്കിക്കേ. അമ്മ അപ്പ എപ്പം വരും? 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട് ഇന്നും കൂടെ കഴിച്ചില്ലെങ്കിൽ പശുവൊക്കെ അനുഗ്രഹമായിരുന്നു. പക്ഷെ ഭക്ഷണത്തിനായിട്ടുള്ളതൊന്നും ഇവരൊന്നും കിട്ടിയിട്ടില്ല. സാരമില്ല, പേടിക്കണ്ട, ദൈവം എല്ലാം കരുതിക്കൊള്ളും. ദൈവം വിഷമിക്കാതിരിക്കും. ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ അനിയന്റെ വീട്ടിൽ
രാത്രി കൊണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു ചായോ ചേച്ചി ഒന്ന് കെട്ടിയിട്ടുണ്ട് 100 രൂപ എന്റെ കയ്യിലുണ്ടാവുമെന്ന് ചോദിച്ചു കാണോ കൊടുക്കാനായിട്ട് ഇനി കഴിഞ്ഞ ആഴ്ചയിലെ വന്നിട്ട് 50 മേടിച്ചോണ്ട് പോയതാ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് 50-100 മേടിക്കാൻ നമ്മുടെ ഉണ്ടോ? എന്തിനാ പക്ഷെ നിങ്ങൾ എന്താ പറയുന്നത് ഒന്നിലും എന്റെ ചേച്ചിയല്ലേ ചേച്ചിയായാലും ആരായാലും പൈസക്ക് പൈസ തന്നെ വേണം. ഇവരെ പണി നോക്ക്. എന്തായാലും പോയിട്ട് ഒന്നും കിട്ടിയില്ല. ഒന്നും തന്നിട്ടില്ല, സാരമില്ല. പോട്ടെ. എന്ത് ചേച്ചി ഇത്ര താമസിക്കുന്ന? ഇത്ര ദിവസമായി കഴിച്ചിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സങ്കടപ്പെടാതെ ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. ഭയങ്കര ഭയങ്കരല്ലേ ദൈവം നമുക്ക് വേണ്ടി നിശ്ചയമായി കരുതിക്കൊള്ളും. അപ്പോൾ വിഷമിക്കാതെ പ്രാർത്ഥിക്കണം. പിറ്റേ ദിവസം രാവിലെ പ്രഭാത പ്രാർത്ഥന. ആരാണ്ട് ഗോറി മുക്കുന്നുണ്ട്. നോക്കിയിട്ട് വന്ന് കണ്ടുപിടിക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി. മലയിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അതൊന്നും പറയണ്ടേ. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് ഒന്നും ഉറക്കം വരുന്നില്ല. ആ വന്നാൽ എനിക്കില്ലേ നീ സംസാരിക്കും. ഞാൻ അങ്ങോട്ട് മാറി പണിയില്ല. ഞാൻ എസ്ഐറ്റ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ കുടുംബത്തിന്റെ മുഖം 2 ദിവസമായിരുന്നു കഴിച്ചില്ല. 12 മിനിറ്റ് എത്തിച്ച് പൈസ അടുത്താഴ്ച കുവൈറ്റിൽ പോകുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ദൈവം നമ്മളെ കരുതിക്കൊള്ളുന്നതാണ്. ഒരു കണ്ണുമാറ്റി പ്രാർത്ഥന പോലെ ദൈവം കരുതിക്കൊള്ളുന്ന പറഞ്ഞല്ലേ നിയമങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും കേട്ടോ. ഞാൻ അടുത്താഴ്ച കുവൈറ്റിൽ പോകുന്നുണ്ട്. നമ്മുടെ മോനുണ്ടല്ലോ ശരി നല്ല സമയത്തിനായി കർത്താവ്. അപ്പോൾ നീ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കായി ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കർത്താവിന് തക്ക സമയത്ത് നിങ്ങൾ തോന്നുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥനകളിനായി സ്തോത്രം. സമയം സമയത്ത് എല്ലാ വിഷയമാക്കി തന്നെ. ശരി. കണ്ടോ, ഇങ്ങനെയാ എന്റെ അപ്പനും അമ്മയൊക്കെ ഇതുവരെ എത്തിയത്. വല്ലതും മനസ്സിലായോ? അവരൊക്കെ വന്ന കഷ്ടപ്പാട് കണ്ടാലാ നിങ്ങളൊന്നും സഹിക്കുകയില്ല. നിങ്ങളുടെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? എനിക്കറിയാം, എന്റെ പേരക്കുട്ടികൾ ആരും അങ്ങനെ ചെയ്യത്തില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഈ അപ്പച്ചനും നമ്മുടെ മരിച്ചുപോയ അമ്മച്ചിയും കുറെ പ്രാർത്ഥിച്ചതാണ്. അതിന്റെ അനുഗ്രഹമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. എടാ മോനെ, നീ ഇങ്ങോട്ട് വന്നേ, പിള്ളേരെ കൂട്ടിക്കൊണ്ട. നീ പിള്ളേരെ സൺഡേ സ്കൂളിൽ വിട്ടാൽ മാത്രം പോരാ, അവരറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു കൊടുത്ത് വേണം അവരെ വളർത്താൻ. എന്നാലേ പിള്ളേരൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തത്തുള്ളൂ. കുട്ടികൾ ദൈവത്തിന്റെ അമൂല്യമായ അനുഗ്രഹമാണ്. അവരെ ലോകത്തിന്റെ വഴികളിൽ മാത്രമല്ല, ദൈവത്തിന്റെ വഴികളിൽ വളർത്തുക എന്നത് ഓരോ മാതാപിതാക്കന്മാരുടെയും ഉത്തരവാദിത്വമാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന വചനത്തിൽ നിന്നും
മൂല്യബോധമുള്ള വളർച്ചയുടെ പ്രാധാന്യം ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. സ്നേഹം, സത്യസന്ധത, ക്ഷമ, അനുസരണം, ദൈവഭയം എന്നീ മൂല്യങ്ങൾ കുട്ടികളുടെ ജീവിതത്തിന് ശക്തമായ അടിത്തറയാകുന്നു. സൺഡേ സ്കൂൾ പഠനവും ദൈവവചനത്തിലും പ്രാർത്ഥനയിലുമുള്ള പരിപോഷണവും നാളെയുടെ നല്ലതും ദൈവത്തിന് പ്രസാദകരവുമായ ഒരു തലമുറയെ വാർത്തെടുക്കും. പ്രായം മുതൽ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം